എറണാകുളം തൃപ്പൂണിത്തുറ AR ക്യാമ്പിലെ SI വെടിയുണ്ട വറുത്തു. ചീനിച്ചട്ടിലിട്ട് വറുത്ത വെടിയുണ്ട പൊട്ടിത്തെറിച്ചു. അവിടെ തീ കത്തി. ആ പ്രദേശത്തിന് മുഴുവൻ കടകളുണ്ട സ്ഥലങ്ങളാണ്. ഏതായാലും ഫയർഫോഴ്സും സംഘവും എത്തി തീ കെടുത്തി. ഇത് സംഭവിച്ചത് അവിടുത്തെ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥൻ മരണമടഞ്ഞു. അദ്ദേഹത്തിന് ശവസംസ്കാര സമയത്ത് ആദരവ് കൊടുക്കാനായിട്ട് സാധാരണഗതി വെടി അല്ലെങ്കിൽ തോക്കേന്തിയ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് വെടിവെക്കുന്നത് നമുക്കൊക്കെ അറിയാം. അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വെടിയുതിർക്കും. അതിന് ബുള്ളറ്റ് ഉണ്ടാവില്ല, പക്ഷേ വെടിമരുന്നുണ്ടാവും. അത് വെടിവെച്ച ശബ്ദം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഉണ്ടയില്ലാതെ വെടിവെക്കുന്നതാണ്. ആ ശബ്ദത്തോടൊപ്പം അല്പം പുകയും അല്പം തീയൊക്കെ കാണാം. അപ്പോൾ അത് ബുള്ളറ്റ് അല്ലെങ്കിൽ ബുള്ളറ്റില്ലാത്ത അല്ലെങ്കിൽ അതിനകത്ത് വെടിമരുന്ന് മാത്രം നിറയ്ക്കുന്ന ഷെല്ലിനകത്താണ്. അത് നമുക്കറിയാം. ആ വെടിയുണ്ട എങ്ങും പോവില്ല, അന്തരീക്ഷത്തിലേക്കാണ് വെക്കുന്നത്, ആർക്കും വെടിയേക്കില്ല. ഇവിടെ സംഭവിച്ചത് ട്രാഫിക് പോലീസിലെ സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്നൊരു ഡയറക്ഷൻ വന്നു. അവിടെ ആചാര വെടി ഉതിർക്കണം. അതിനവർ പോയിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് അംഡ് പോലീസിലെ അവിടെ ഈ ഗണ്ണും മറ്റും സൂക്ഷിക്കുന്ന AR ക്യാമ്പിലെ SI ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടറുണ്ട്. പെട്ടെന്ന് അവർ നോക്കിയപ്പം ഈ ഷെല്ല്, കാലിഷെല്ല്, അതിനകത്ത് വെടിമരുന്ന് നിറച്ചിട്ടാണ് അവർ വെടി തീർക്കാൻ കൊണ്ടുപോകുന്നത്. അത് പൂത്തിരിക്കുന്നു. അത് അവിടെ മുഴുവൻ ക്ലാവ് പിടിച്ചിരിക്കുന്നു. പെട്ടെന്ന് അത് തുടച്ചു കളയാൻ പറ്റില്ല. അത് ചൂട് കൊണ്ട് അത് തന്നെ ഉരുകി മാറ്റണം. അതുകൊണ്ട് അതിനുള്ള സംവിധാനമുള്ള സമയമില്ലാത്തതുകൊണ്ട് ചീനിച്ചട്ടി എടുത്ത് വെച്ച് ചൂടാക്കി അതിനകത്ത് വെടിയുണ്ട ഇട്ട് കളഞ്ഞു. ഠേ ഠേ എന്നുള്ള രീതിയിൽ അത് പൊട്ടിത്തെറിച്ചു. അങ്ങനെ തീ പടർന്നു. ഇത് കേരളത്തിൽ നമ്മൾ ആരും കേട്ടിട്ടില്ല. ഇത് നമുക്ക് ചിരി ഉണർത്തും. ഇതിൽ ആർക്കും പരിക്കില്ല, കുറേ നാശനഷ്ടം വന്നതേ ഉള്ളൂ. ഏതായാലും ഡിസിപ്ലിനറി ആക്ഷൻ ആ SIക്കെതിരായിട്ടുണ്ടാവും. ആർമർ SI ആണത്. ഈ തോക്കുകൾ അതിർത്തിയുള്ള പോലീസ് സ്റ്റേഷനായിരുന്നു. തിരുവനന്തപുരം റോക്കറ്റ് ലോഞ്ചിങ്ങിൻ്റെ തുമ്പ, അന്ന് ആ കാലഘട്ടത്തിലെ തുമ്പയിലെ റോക്കറ്റ് ചെറിയ ചെറിയ റോക്കറ്റുകൾ വിട്ടു തുടങ്ങുന്ന സമയം. തുമ്പ ഇത്ര നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പോയില്ല. അന്നത്തെ തുമ്പ ഏരിയയിൽ നമുക്കറിയാം ISROയുടെ ആ ചെറിയ കുന്ന്, ആ ഏരിയ മുഴുവൻ ഗാർഡ് ചെയ്ത് അവിടെ സെക്യൂരിറ്റിക്കാരൊക്കെ ധാരാളമുണ്ട്. ചെറിയ ചെറിയ റോക്കറ്റുകൾ 4 അടി 6 അടി 8 അടി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറ്റി പോലത്തെ റോക്കറ്റുകൾ നമ്മൾ തുമ്പ ആ കോസ്റ്റൽ ബെൽറ്റിൽ നിന്ന് തുടക്കത്തിൽ നമ്മൾ ലോഞ്ച് ചെയ്യും. ആ സമയ കാലഘട്ടത്തിലാണ് ചെറിയ ചെറിയ സാമ്പിൾ റോക്കറ്റുകൾ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ മെറ്റലൊക്കെ ഇരുമ്പല്ല, അതുപോലെ ചെമ്പ്, അങ്ങനത്തെയുള്ള മെറ്റലുകൾ, ചെറിയ ചെറിയ റോക്കറ്റുകൾ അത് ഉപയോഗശൂന്യമായി അവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്. അത് അവിടുത്തെ സെക്യൂരിറ്റിക്കാർ അധികം പേരില്ല. ഒരു സെക്യൂരിറ്റിക്കാരൻ രാത്രി ഡ്യൂട്ടിയാണ് മിക്കവാറും. അയാളിരുന്ന് ബോർഡടിച്ചപ്പം അയാളുടെ മുറി കൊണ്ടുപോയി ഒരു ചെറിയ റോക്കറ്റ്, 2 അടിയോ 4 അടിയോ ഉള്ള ചെറിയ റോക്കറ്റ് അയാൾ ഇരുന്ന കസേരയുടെ അടിയിൽ വെച്ചിട്ട് അയാൾ തീ കത്തിച്ചു. പിന്നെ ഒന്നും അയാൾക്ക് ഓർമ്മയില്ല. രാത്രി എന്നെ കമ്മീഷണർ കിടന്ന് വിളിച്ചു. കാരണം ആ റോക്കറ്റ് കത്തി അയാളെയും ആ കസേരയുമായിട്ട് ജനലിൽ കൂടെ ഇയാൾ വെളിയിലിട്ട് പോയി. അത് അങ്ങനെ ഒരു സംഭവം എനിക്ക് അന്ന് നമുക്ക് ചിരി വരും. പക്ഷേ അയാളുടെ ജീവൻ, അയാൾ ഇതുവരെ ഒരു മണ്ടത്തരം കാണിച്ചതാണ്. ഇപ്പോഴും വെടിയുണ്ട ചീനിച്ചട്ടി ഇട്ട് വറക്കുന്ന ഒരു സബ് ഇൻസ്പെക്ടറെ നമ്മൾ കണ്ടിരിക്കുന്നു. ഏതായാലും ഇത് പോലീസിൽ ഇതുപോലെയുള്ള മടത്തരങ്ങൾ കാണിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്, പക്ഷേ വലിയ അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. തൃപ്പൂണിത്തുറയിലെ AR ക്യാമ്പിലാണ് ഈ സംഭവം ഉണ്ടായത്. വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10-ാം തീയതിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ കമ്മീഷണർ പുട്ട വിമലാദിത്യ ഒരു എൻക്വയറിക്ക് ഉത്തരവിട്ടിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു വെടി പൊട്ടിയത്? അത് നമുക്കറിയാം. ഇത് കാണിച്ചത് ഏതായാലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എക്സ്പ്ലോസീവായ ഒരു സബ്സ്റ്റൻസ് ഒരിക്കലും തീയ്ക്കകത്ത് ഇടരുതെന്ന പ്രാഥമിക തത്വം ആ സബ് ഇൻസ്പെക്ടർ മറന്നുപോയി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.